ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യനെ നിങ്ങൾ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകൾ നിങ്ങൾക്കെതിരെ വ്യാജം പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യമുള്ളവർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പേ തന്നെ പ്രവാചകന്മാരെ ഇവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ചെല്ല മക്കളെ, എൻ്റെ സ്വരം കേൾക്കണ എല്ലാ മക്കളും ഈ വചനം ശ്രദ്ധിച്ചല്ലേ. പീഡനം ഏറ്റവും കൂടുതൽ സഹിക്കുന്ന മക്കളാണ് ഭാഗ്യമുള്ള മക്കൾ. കണ്ണീര് കരയണ മക്കളാണ്. ദൈവമേ പറയണു, ഈ വചനത്തിലേ പറയണു, മക്കളെ കരയണ മക്കളാണ് ഏറ്റവും ഭാഗ്യമുള്ള മക്കളായിട്ട് തീരുക. ഏറ്റവും കൂടുതൽ നിന്ദിച്ച് നമ്മളെ ചവിട്ടി തേക്കുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ള മക്കളായി തീരും. ഇതൊക്കെ ഈ വചനത്തിൽ പറയണ എല്ലാം സത്യമായി തന്നെ തീരും മക്കളെ. അത്രയ്ക്ക് അമ്മയും കഷ്ടങ്ങളും ഒക്കെ ഇതിൽ പറഞ്ഞതെല്ലാം അമ്മയെ അനുഭവിച്ച ഒരമ്മയാണ്. അതാണ് അമ്മയ്ക്ക് ഇത്രയും വ്യക്തമായിട്ട് അമ്മയ്ക്ക് പറഞ്ഞു തരാൻ പറ്റണത്. എൻ്റെ ചില മക്കളെ അമ്മയാണെങ്കിൽ എൻ്റെ പിതാവ് എന്നെ അത്രയ്ക്ക് അനുഗ്രഹിച്ച് എടുത്ത ഒരമ്മയാണെന്ന് വെച്ചാൽ ശനിയാഴ്ചയായിരുന്നു എൻ്റെ പിതാവിൻ്റെ സെക്രട്ടറി ആയിരുന്നു നമ്മളെ ഈ നിത്യസഹായമാതാ ദേവാലയത്തിൽ പൂജ നടത്താൻ വന്നു. അപ്പോൾ അമ്മയ്ക്ക് വന്നപ്പോൾ ഒത്തിരി സന്തോഷമായി. പിതാവിൻ്റെ അവിടെ നിന്ന് തന്നെ ആൾ വന്നപ്പോൾ അമ്മയെ അനുഗ്രഹിക്കാൻ വന്നതുപോലെ അമ്മയ്ക്ക് തോന്നി. സ്വർഗത്തിൽ എൻ്റെ പിതാവ് എന്നെ ആ ഒരു സന്തോഷം അമ്മയ്ക്ക് തോന്നി. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭയങ്കര ഇതായിരുന്നു. എന്ന് വെച്ചാൽ പിതാവിൻ്റെ സെക്രട്ടറി തന്നെ വന്ന് ശനിയാഴ്ച മാതാവിൻ്റെ ദിവസമായിരുന്നു അന്ന്. മാതാവിൻ്റെ ആ ദിവസം അന്ന് അമ്മയെ അനുഗ്രഹിക്കാൻ വന്നതുപോലെ അമ്മയ്ക്ക് തോന്നി. പിതാവിൻ്റെ സെക്രട്ടറി പിതാവ് പറഞ്ഞു വിട്ട് വന്നതുപോലെ ആ ഒരു അനുഭവം. എന്ന് വെച്ചാൽ പറഞ്ഞു വിട്ടേനെ വരണം. അന്ന് സെക്രട്ടറി വരുമ്പോൾ പിതാവ് പറയാതെ വരൂലല്ലോ, അല്ലേ മക്കളെ? അമ്മ പിതാവിൻ്റെ ആളാണ്. അപ്പോൾ എൻ്റെ ചെല്ല മക്കളുകളെല്ലാം സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. ഇവിടെ അമ്മ പിതാവിൻ്റെ ആളായിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ മകൻ യേശു വരും. അവൻ അത്രയ്ക്ക് ഇവിടെ നിന്ന് പീഡകൾ സഹിച്ചു പോയി എൻ്റെ മകൻ വരും. അതൊരു യേശുവിനെയാണ് അമ്മ മകനായിട്ട് പറഞ്ഞ് അവൻ ഏറ്റവും പാവങ്ങളെ ദൈവമാണ് മക്കളെ. അവൻ പാവപ്പെട്ടവൻ്റെ ദൈവമാണ്. അവൻ വരും. അവൻ വന്നാലേ പാവപ്പെട്ടവർക്ക് നീതി ന്യായവും ലഭിക്കുകയുള്ളൂ. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണം. അമ്മ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ചെല്ല മക്കളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരട്ടെ. രോഗവും കണ്ണീരും വിഷമവും സങ്കടവും എല്ലാവരുടെ ജീവിതത്തിലുണ്ട് മക്കളെ. ആരുമേ ഇല്ല. നമ്മൾ കണ്ണുനീര് തുടച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മളെ മക്കളെയും നമ്മളെ തിരുക്കുടുംബമായ കുടുംബവും ഒക്കെ അനുഗ്രഹമുള്ള കുടുംബമായി തീരാൻ, നമുക്ക് സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ കളിയാടുവാനും എൻ്റെ ചെല്ല മക്കളുകളെ എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും വരട്ടെ. കരയണ മക്കളെ കണ്ണീരെല്ലാം ദൈവം തുടച്ച്, ദൈവം സ്നേഹം ആണ് ദൈവം മക്കളെ. അത് നമ്മളെ വീട്ടിൽ കൊണ്ട് നമ്മളെ മക്കൾക്കും കുടുംബത്തിലൊക്കെ കൊടുക്കുവാനും, നമ്മൾ സന്തോഷത്തിൻ്റെ ആ വചനം നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാനും എല്ലാം ദൈവം നമുക്ക് ഇടയാകട്ടെ മക്കളെ. കുടുംബത്തെ സ്നേഹിക്കുക, മക്കളെ സ്നേഹിക്കുക, ഭർത്താവിനെ സ്നേഹിക്കുക. ഇതൊക്കെയാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാനും പ്രാർത്ഥിക്കാനുള്ള ഉള്ള മക്കളെ, എൻ്റെ ചെല്ല മക്കളെല്ലാം അതുകൊണ്ട് സന്തോഷമായിരിക്കണം. തിരുക്കുടുംബമായ നല്ലൊരു ഭവനം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുക. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ. എല്ലാ നന്മകളും നിങ്ങളെ കഴിവുകൾ എല്ലാം ദൈവം നല്ല പ്രകടിപ്പിച്ച് നല്ല സന്തോഷമുള്ള നല്ല മകനും മകളും ഒക്കെ ആയി തീരട്ടെ. പഠിക്കണ മക്കൾ നല്ല പഠിക്കുവാനുള്ള ബുദ്ധിശക്തിയൊക്കെ ഗൾഫിരിക്കണം. എൻ്റെ ചില മക്കളുകളെല്ലാം ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവരുടേതായ സന്തോഷവും സങ്കടവും എല്ലാം അവർക്കുണ്ട്. അവർക്കും ആരുമില്ല, അവരും ഒറ്റയ്ക്കാണ് അവിടെ. അവരും ഒറ്റയ്ക്കാണ്. ദൈവം കൂടെയുണ്ട്. നമുക്ക് ആരുമില്ല എന്നുള്ള സമയം വരുമ്പോൾ നമുക്ക് ആരുണ്ട്? നമുക്ക് ദൈവമേ ഉള്ളൂ. എല്ലാവർക്കും ദൈവമേ ഉള്ളൂ. നമ്മളെ കണ്ണീര് തുടയ്ക്കാനും നമ്മളെ സങ്കടങ്ങളെല്ലാം മാറ്റുവാനും എല്ലാത്തിനും നമുക്ക് ദൈവമേ ഉള്ളൂ. ഉത്തരം തരുന്ന ദൈവം നമ്മൾ കേൾക്കുമ്പോൾ
ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തരണത് ദൈവമാണ് മക്കളെ. ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ഉടനെ കിട്ടുമോ ഇല്ല. ചില കടബാധ്യതകൾ പെട്ടെന്ന് മാറൂല. അത് നമ്മൾ ശ്രമിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനൊരു പരിഹാരം ദൈവം തന്നെ ചെയ്യും. ഒന്നിനും പരിഹാരമില്ലാത്ത ഒരു ഇതുമില്ല, എല്ലാത്തിനും പരിഹാരമുണ്ട്. അത് നമ്മൾ സത്യസന്ധമായി പ്രാർത്ഥിച്ച് നമ്മൾ ഓരോന്ന് ദൈവത്തോട് അടുത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കത് അനുഭവിക്കാൻ പറ്റും. അമ്മ ഇതിൽ പറഞ്ഞാൽ അമ്മയും ഒരു പ്രവാചകയാണ്. അമ്മയ്ക്കറിയാം അത് ചോദിച്ച ഉടനെ കിട്ടിയില്ല. അമ്മയ്ക്കും മക്കളില്ലാതിരുന്നു. അപ്പം മക്കൾ 8 വർഷം കഴിഞ്ഞാണ് കിട്ടിയത് മൂത്താൻ. അത് കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞാണ് ഒരു പൊടി കൊച്ച്. ഇപ്പം ഒരു 10 വയസ്സായി അവന്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയാണ്, കേൾക്കണ ഉടനെ നമുക്കൊന്നും കിട്ടൂല. നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. എല്ലാം കുറച്ച് താമസിച്ച് എല്ലാ കാര്യവും നമുക്ക് ചോദിക്കണമെല്ലാം ദൈവം തരും. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക മക്കളെ. അതിനെല്ലാം ദൈവം സമയമാകുമ്പോൾ അതിന് ഉത്തരം തന്നെ ചെയ്യും. എത്രയും പെട്ടെന്ന് നമുക്ക് തന്ന നമ്മൾ ദൈവത്തെ അറിയോ? ഇല്ല, ഒരിക്കലും അറിയില്ല. അതുകൊണ്ട് ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യും മക്കളെ. നമ്മളത് സത്യസന്ധമായി ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് ഉത്തരം തന്നെ ചെയ്യേണ്ട. ചെല്ല മക്കളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരട്ടെ. എല്ലാവർക്കും നല്ല രോഗങ്ങളെല്ലാം മാറി കണ്ണീരെല്ലാം തുടച്ച് സർവശക്തനായ ദൈവം നിങ്ങളെ താങ്ങി നിങ്ങളെ ഒരാപത്തും ഇല്ലാതെ കാക്കട്ടെ എൻ്റെ ചെല്ല മക്കളെ. അമ്മ ചോദിക്കുകയാണ് ആ പിതാവിൻ്റെ കരുണയുടെ സഹായം, പാവപ്പെട്ട ആ കരുണയുടെ സഹായം എൻ്റെ ചെല്ല മക്കളുകൾ അമ്മയ്ക്ക് സഹായിക്കണേ. എൻ്റെ ചെല്ല മക്കളുകളെ എല്ലാ മക്കളുകളും അമ്മയ്ക്ക് ആ സഹായിക്കണം. എൻ്റെ ചെല്ല മക്കളുകൾ എല്ലാ അനുഗ്രഹങ്ങളും അമ്മ നേരുകയാണ്, അമ്മ വയ്ക്കുകയാണ്.